ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുമല്ലേ? എല്ലാവർക്കും എന്നെ സന്തോഷത്തോടു കൂടി ഇരിക്കാൻ സാധിക്കട്ടെ കേട്ടോ. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഫെർട്ടിലിറ്റി ടോക്സിൻ്റെ പുതിയൊരു യൂസ്ഫുൾ വീഡിയോയിലേക്ക് സ്വാഗതം. സ്ത്രീകളിലെ പ്രത്യുൽപാദന അവയവങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമായിട്ട് നടക്കുന്നതിനും പ്രത്യുൽപാദന ശേഷി വർദ്ധിപ്പിച്ചുകൊണ്ട് ഉടനെ തന്നെ ഗർഭധാരണ സാധ്യമാക്കുന്നതിനും സ്ത്രീകളെ സഹായിക്കുന്ന ഒരു സൂപ്പർ ഫെർട്ടിലിറ്റി ബൂസ്റ്റിംഗ് യോഗ പോസിനെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ. സ്ത്രീകളിലെ പ്രത്യുൽപാദന അവയവങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള തകരാറുകൾ ഉണ്ടെങ്കിൽ അവരിൽ ഗർഭധാരണ സാധ്യമാകുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അതെല്ലാവർക്കും തന്നെ അറിയാമല്ലോ. അത്തരം സന്ദർഭങ്ങളിലാണ് ഫെർട്ടിലിറ്റി വർക്കൗട്ടുകൾ അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി യോഗ പോസുകൾ പോലെയുള്ളവയെ നമ്മൾ ആശ്രയിക്കുന്നത്. ഇത്തരം വർക്കൗട്ടുകൾ അല്ലെങ്കിൽ യോഗ പോസുകൾ നിങ്ങൾ നിത്യേന പ്രാക്ടീസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രത്യുൽപാദന ശേഷിയെ ഒന്ന് വർദ്ധിപ്പിക്കാൻ ഒരുപാട് സഹായിക്കുന്നു. അത്തരത്തിൽ സ്ത്രീകൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫെർട്ടിലിറ്റി യോഗ പോസിനെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ഈ ഒരു യോഗ പോസിൻ്റെ പേരാണ് സുപ്തബദ്ധ കോണാസന എന്ന് പറയുന്ന യോഗാസന. ഇതിൻ്റെ ഇമേജ് ഞാനൊന്ന് ഈ ഒരു വീഡിയോയുടെ കൂടെ അറ്റാച്ച് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഇത് നോക്കി നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. വളരെ എളുപ്പമാണ് ഇത് ചെയ്യാൻ, ഒരുപാട് സ്ട്രെയിൻ ഒന്നുമില്ല. നമ്മൾ കിടക്കുന്ന ടൈമിൽ, അതായത് നമ്മളുടെ ബെഡ് ടൈമിൽ നമ്മൾക്ക് ചെയ്യാവുന്നതാണ്. അതിനെക്കുറിച്ചെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം, എപ്പോഴൊക്കെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങളെ പറ്റിയും ഞാൻ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായി തന്നെ കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുന്നേ ആയിരിക്കണം ഈ ഒരു യോഗ പോസ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു ദിവസം ഉണ്ടാകുന്ന എല്ലാ ടെൻഷൻസും അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ ആക്ടിവിറ്റീസും എല്ലാം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ രാത്രി ഒന്ന് വിശ്രമിക്കാൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കും ഇല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഈ ഒരു യോഗ പോസ് നിങ്ങളോട് പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നത്. നമ്മൾ നിലത്ത് ചമ്പളം മടഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് കാലുകൾ ഒന്ന് ചമ്പളം മടഞ്ഞിരിക്കുമ്പോൾ നമ്മൾ കാലുകളൊന്നും മടക്കാറില്ലേ? അതുപോലെ നമ്മൾ കിടന്നുകൊണ്ട് കാലുകളൊന്ന് മടക്കുക. എന്നിട്ട് കാലുകൾ നമ്മളുടെ ബെഡിനോട് ഒന്ന് അടുപ്പിക്കുക. ഈ ഒരു ഇമേജിൽ കാണിച്ചേക്കുന്നത് പോലെ. ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും ക്ലാരിറ്റി കിട്ടില്ല. ഞാൻ ഈ ഒരു ഇമേജിൽ നിങ്ങൾക്ക് കാണിച്ച് തന്നേക്കുന്നത് പോലെ നിങ്ങളൊന്ന് വിശ്രമിക്കാനൊന്ന് ശ്രമിക്കുക കേട്ടോ. ഈ ഒരു വർക്കൗട്ട് അല്ലെങ്കിൽ ഈ ഒരു യോഗ പോസിൽ നിങ്ങൾക്ക് വിശ്രമിക്കാവുന്നതാണ്. നിങ്ങൾ ഈ ഒരു യോഗ പോസിൽ ഒരു 5-10 മിനിറ്റ് നിങ്ങൾ ഡെയിലി റെസ്റ്റ് ചെയ്യുക. കണ്ണടച്ചുകൊണ്ട് നിങ്ങൾക്ക് ശ്വാസം ഉള്ളിലേക്ക് എടുത്തും അതുപോലെ പുറത്തേക്ക് വിട്ടും റെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ഞാൻ ചെയ്യാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഗർഭധാരണത്തിന് ഓക്സിജൻ റിച്ച്ഡ് ആയിട്ടുള്ള ബ്ലഡ് ഫ്ലോ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ റെസ്റ്റ് ചെയ്തുകൊണ്ട് ഇൻഹേൽ ആൻഡ് എക്സേൽ ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് ഓക്സിജൻ റിച്ച്ഡ് ആയിട്ടുള്ള ബ്ലഡ് ഫ്ലോ കൂടുന്നു. അതും നിങ്ങളുടെ പ്രത്യുൽപാദന അവയവങ്ങളിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷനാണ് കൂടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രത്യുൽപാദന അവയവങ്ങൾക്കുണ്ടാകുന്ന തകരാറുകൾ, അതായത് ഫലോപ്പിയൻ ട്യൂബിനുണ്ടാകുന്ന ബ്ലോക്കേജ്, അതുപോലെ ഓവറി റിലേറ്റഡ് ഇഷ്യൂസ്, യൂട്രസ് റിലേറ്റഡ് ഇഷ്യൂസ്, ഇങ്ങനെയുള്ള ഇഷ്യൂസ് എല്ലാം ഒരു പരിധി വരെ പരിഹരിക്കാൻ ഈ ഒരു യോഗ പോസ് നിങ്ങളെ ഒരുപാട് സഹായിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഡെയിലി ഒരു 5-10 മിനിറ്റ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതിൻ്റെ ഡ്യൂറേഷൻ കൂടിയാലും കുഴപ്പമൊന്നുമില്ല. യാതൊരുവിധ സൈഡ് എഫക്ട്സും നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ല. ആദ്യം ഒന്ന് ചെയ്യുമ്പോൾ കുറച്ച് സ്ട്രെയിൻ ഈ ഒരു കാലിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾക്ക് ഫീൽ ചെയ്യും. പക്ഷേ അതൊരു ഒരാഴ്ച കൊണ്ട് മാറും. അപ്പോൾ നിങ്ങൾ ഡെയിലി ഈ ഒരു യോഗ പോസിൽ നിങ്ങളൊന്ന് വിശ്രമിക്കാൻ ശ്രദ്ധിക്കുക. അതുകൂടാതെ തന്നെ വേറെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ സ്ത്രീകൾക്ക് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ഹോർമോൺസിൻ്റെ ഇംബാലൻസ് എല്ലാം ഒന്ന് പരിഹരിക്കുന്നതിന് ഈ ഒരു യോഗ പോസ് ഒരുപാട് സഹായിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ പ്രത്യുൽപാദന അവയവങ്ങളിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുന്നതിനും ഈ ഒരു യോഗ പോസ് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. നിങ്ങൾ ആ ഒരു യോഗ പോസ് ഒന്ന് ഇമേജിലൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, നമ്മളുടെ പ്രത്യുൽപാദന അവയവങ്ങളെ കൂടുതലൊന്ന് സ്ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന, അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് സ്ട്രെച്ച് ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു യോഗ പോസാണ് അത് അല്ലേ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രത്യുൽപാദന അവയവങ്ങൾക്കുണ്ടാകുന്ന തകരാറുകൾ പരിഹരിക്കുന്നതിന് ഈ ഒരു യോഗ പോസ് വളരെ സഹായകമാണ് കേട്ടോ. അതുപോലെ നിങ്ങളിൽ ക്വാളിറ്റി ഉള്ള അണ്ടങ്ങൾ ഉണ്ടാകുന്നതിനും ഉടനെ തന്നെ ബീജസങ്കലനം നടക്കുന്നതിന്, നിങ്ങൾ ഓവുലേഷൻ സമയത്തൊക്കെ ഈ ഒരു പോസ് നിങ്ങൾ ട്രൈ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ
അത് നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടി അവിടെ പുരുഷന്മാരിൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ബീജവുമായിട്ട് അണ്ഡം ബീജസങ്കലനം നടത്താനെല്ലാം ഈ ഒരു യോഗ പോസ് ഒരുപാട് സഹായിക്കുന്നുണ്ട്. കാരണം നല്ല രീതിയിൽ ഈ ഒരു യോഗ പോസ് ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് ബ്ലഡ് ഫ്ലോ കൂടുന്നു. അതുകൊണ്ടാണ് ഈ ഒരു യോഗ പോസിന് ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഡെയിലി ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. അതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം. നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു മാസം പ്രാക്ടീസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഒരു 2 ആഴ്ച പ്രാക്ടീസ് ചെയ്തിട്ട് എനിക്ക് ബെനിഫിറ്റ് ഒന്നും കിട്ടിയില്ല എന്ന് പറയുന്നത് കൊണ്ട് യാതൊരുവിധ കാര്യവുമില്ല. നിങ്ങൾ ഏതൊരു യോഗ പോസ് ആണെങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ്ലി ഒരു 3-4 മാസം പ്രാക്ടീസ് ചെയ്യുക. മസ്റ്റായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് നിങ്ങളതിൻ്റെ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് പോസിറ്റീവായിരിക്കും. അപ്പോൾ ഈ ഒരു യോഗ പോസ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. യാതൊരുവിധ സൈഡ് എഫക്ട്സോ അല്ലെങ്കിൽ യാതൊരുവിധ ബുദ്ധിമുട്ടോ നിങ്ങൾക്ക് ഇതിലൂടെ ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഈ ഒരു അറിവൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്ന് ശ്രമിക്കണം കേട്ടോ. നമുക്ക് അടുത്തൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഓൾ. ബൈ.